നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ശക്തമായ മഴയെ തുടർന്ന് കൊട്ടാരക്കര താൽക്കാലിക മാർക്കറ്റിലെ കടകളിൽ മഴവെള്ളവും മലിനജലവും നിറയുന്നു. മഴ കാരണം കൊട്ടാരക്കര താൽക്കാലിക മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. തുണിക്കടകളിൽ വെള്ളം കയറി വലിയ നാശനഷ്ടം വ്യാപാരികൾ അനുഭവിക്കുന്നു. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം മുനിസിപ്പാലിറ്റി ഇടപെട്ട് ഉണ്ടാകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. തുണിക്കടയാ, ഇതിനകത്ത് ഓടയിലെ മീൻവെള്ളം അഴുക്കുവെള്ളം മൊത്തം വന്ന് കയറിയതാണ്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുക. തുണി മൊത്തത്തിൽ നശിച്ച്, തുണിക്കകത്തെല്ലാം വെള്ളം വന്ന് കയറി തുണി മൊത്തം നശിക്കുക. ഓടയാണെന്നുണ്ടെങ്കിൽ എന്ന് തൊട്ടേ പറയുന്നു ഓടയിലെ വെള്ളം കയറുന്നു, ഓടയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറയുന്നു. അവർ ഇതുവരെ വന്നതുമില്ല, ഓടയുടെ കാര്യങ്ങളൊന്നും അവർ ചെയ്തതുമില്ല. പിന്നെ എന്തോ ചെയ്യും? ഞങ്ങൾ വെള്ളം കോരി എത്രയെന്നും പറഞ്ഞുകൊണ്ട് കോരി കളയും, എത്രയെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കോരി കളയുന്നാണ്ട് തുണി മൊത്തം നശിച്ച്. എനിക്ക് അതൊന്നും അറിയത്തില്ല മോനെ. കട മൊത്തം വെള്ളം വന്ന് കയറുക. ഓടയിലെ വെള്ളമായത് മൊത്തം, മീൻ വെള്ളമായത് മൊത്തം. 55,000 രൂപ മുനിസിപ്പാലിറ്റിക്ക് അടച്ച കടയായത്. ഇതിനകത്ത് മൊത്തം വെള്ളം, മീൻ വെള്ളം, ഓടവെള്ളം മൊത്തം വന്ന് കെട്ടിക്കയറി കിടക്കുക. ഈ നമ്മുടെ ഈ മാർക്കറ്റിൻ്റെ അകത്ത് ഓട സൗകര്യം വളരെ മോശമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ കടകളിലും വെള്ളം കയറുക. അതുകൊണ്ട് ഈ തുണിക്കടയിൽ തന്നെ ഒരാളുടെ മുട്ടിൻ്റെ പൊക്കത്തിൽ വെള്ളം കയറി അവരെ തുണികൾ മൊത്തം നശിച്ചു പോയി. കുറേ തുണിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക. എല്ലാം ഞങ്ങൾ വെള്ളം കോരി തോർത്ത് വെച്ചേ തുണി വെള്ളം പിഴിഞ്ഞെടുക്കുമായിരുന്നു. എല്ലായിടത്തും ബോക്സ് വെച്ച് തുണിയൊക്കെ മേളിൽ പിറക്കി വെച്ച് വെക്കുക. എല്ലാം നശിച്ചു പോയി. തുണിയല്ലേ വിൽക്കാൻ പറ്റത്തില്ല, നനഞ്ഞു കഴിഞ്ഞെങ്കിലേ പാത്രമൊക്കെ ആണെങ്കിൽ തുടച്ചെങ്കിലും മാറ്റി വെക്കാമായിരുന്നു. ഇത് വേസ്റ്റ് വെള്ളത്തിൻ്റെ കൂടെയാണ് മഴവെള്ളവും വേസ്റ്റ് വെള്ളവും കൂടെ ചേർന്ന് ഒഴുകി വരിക. കടയ്ക്കകം മൊത്തം നമുക്ക് കാൽപാദമൊക്കെ നനഞ്ഞ് വെള്ളത്തിലാണ് ഞങ്ങൾ ഇത്രയും നേരം നിന്നത്. പിന്നെ ഞങ്ങളുടെ കടയിലെ സ്റ്റാഫാണ് എല്ലാ വെള്ളമൊക്കെ കോരിക്കളഞ്ഞതും. പേപ്പറും ചാക്കും തുണിയൊക്കെ ഇട്ട ആ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ സഹകരിച്ചു, എല്ലാ കടയിലും എല്ലാവരും കൂടെ സഹകരിച്ച് അത് ഈ ലെവലിൽ എത്തിച്ചത്. ഇതിൻ്റെ മേളിലൊക്കെ തുണി പിറക്കി വെച്ചിട്ട് മറച്ച് വെച്ചേക്കുക. ഓണമായിട്ട് എടുത്ത തുണികളെല്ലാം, പുതിയ തുണികളെല്ലാം നശിച്ചു പോയി. എന്ത് ചെയ്യാൻ? വല്ലാത്തൊരു വിഷമത്തിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമായിരുന്നു ബക്കറ്റും കപ്പുമായിട്ട്.